ചേച്ചി ഇരിക്കുന്ന ആളാ. വിവരമുണ്ടോ? ഇല്ലാതില്ല. മര്യാദ ഉണ്ടോ? അതും ഇല്ലാതില്ല. അനിയൻ ചേട്ടനെ നിങ്ങൾ ഇങ്ങനെ കള്ളു കുടിപ്പിക്കരുത്. ചേച്ചിയാ വീട്ടിൽ നിന്ന് തീ തിന്നുന്നത്. ഞാൻ കുടിപ്പിച്ചതല്ല, അനിയൻകുട്ടൻ കുടിച്ചതാണ്. വീട്ടിൽ വെച്ച് ചേട്ടൻ ഇങ്ങനെ കുടിക്കാറില്ലല്ലോ. അപ്പൊ നിങ്ങൾ ഇവിടെ വെച്ച് കുടിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്തിട്ടല്ലേ? ഇവിടെ വെച്ച് പാതിരാത്രി വരെ കള്ളു കുടിപ്പിക്കുമ്പേ വീട്ടിൽ രണ്ടുപേർ കാത്തിരിക്കാണെന്ന് ഓർക്കണം. ഇനി ഒരിക്കൽ കൂടി എനിക്കിത് പറയാനുള്ള അവസരം ഉണ്ടാക്കരുത്. അവസരം ഉണ്ടാക്കരുത്. ഒന്ന് നിൽക്കൂ. വീട്ടിൽ കാത്തിരിക്കുന്ന ഒരാളെ മനസ്സിലായി. ചേച്ചി മനസ്സിലായില്ല. വീട്ടിൽ കാത്തിരിക്കുന്ന മറ്റൊരാള്. അസ്സലാമു അലൈക്കും. ഒന്ന് മിണ്ടാണ്ടിരിക്കട്ടെ. അമ്മ, വീട്ടിലെ ആഭ്യന്തരമൊക്കെ ഇന്നലെ ശാന്തം. അതിനാണോ അമ്മ എന്നെ വിളിപ്പിച്ചത്? അതിനൊന്നല്ല. പിന്നെ ബഷീർ മറ്റന്നാ വരുന്നുണ്ട്. അങ്ങനെയുടെ കല്യാണക്കാരും ഉറപ്പിച്ചു. എന്നിട്ട് അവന്റെ കൂടെ ഞങ്ങളും ബോംബെക്ക് ചെല്ലണമെന്നാ അവൻ ഇപ്പൊ എഴുതിയിരിക്കുന്നത്. നീ എന്ത് പറയുന്നു? ഞാനെന്ത് പറയാനോ അമ്മ? എത്രയും പെട്ടെന്ന് ആമിന ബീവിയെ ഒരു കസവ് തട്ടമിട്ട് കെട്ടി ചെങ്ങിടുക. ചെറുക്കൻ ഇങ്ങോട്ട് വരാൻ നേരം. നമുക്ക് കൂടെ അങ്ങോട്ടയക്കാം. അതെന്നാ ഇപ്പൊ ചെയ്യാൻ പോണത്? ബോംബെയിൽ വെച്ച് നിക്കാഹ് നടത്തണമെന്നാണ് അവരിപ്പോ പറയുന്നത്. നടത്തണം ഉമ്മ, ഗംഭീരമായിട്ട് തന്നെ നടത്തണം. അനിയൻകുട്ടൻ എന്ത് ചെയ്യണമെന്നുള്ള കാര്യം മാത്രം ഉമ്മ പറഞ്ഞേച്ചാ മതി. എന്ത് പറയുന്നു അറബിക് കഥയിലെ സുന്ദരി? ഇവിടെ വിടുന്നതിലാണ് വിഷമം. നീ രുക്മിണിമാളെയും വിട്ട് പോയേ പറ്റൂ. എന്നാലും ഇത്ര പെട്ടെന്ന് എല്ലാം നല്ലതല്ലേ ഉമ്മ? ബഷീർ അവൻ പാവം വളരെ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന ബന്ധമല്ലേ ഇത്? ഇത് നടക്കണോ ഉമ്മ? ഉമ്മ നല്ല ആളാ. ഉമ്മയ്ക്ക് എന്തിനാ വിഷമം? ഇവിടെ എനിക്കാ വിഷമം. മറ്റൊരു ചേച്ചിയെടുത്ത് വല്ലപ്പോഴും ലെവലം ഉണ്ടാക്കി പണയെ കഴിയുമ്പം നേരെ ഇങ്ങോട്ട് വരാമായിരുന്നു. ഇനിയിപ്പോ എന്തോ ചെയ്യും? വീട്ടിലെ ആഭ്യന്തരം സഹിക്കാൻ വയ്യാതെ മൂക്കാണെന്നുണ്ടെങ്കിലേ അവനാ നിന്റെ വടലേക്ക് തന്നെ ഞാനും അങ്ങ് പോരും. പോരും ഉമ്മ. നമസ്കാരം സാർ. നമസ്കാരം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അല്ല, കുട്ടനാട്ടുകാര് വലിയ ഹൃദയമുള്ളവരാണെന്നും മനസ്സ് തുറന്ന് സംസാരിക്കുന്നവരാണെന്നൊക്കെ പറഞ്ഞിട്ട് അനിയൻകുട്ടൻ എന്നെ പലതും ഒളിച്ചു വെക്കുകയാണല്ലേ? ഞാനൊന്നും ഒളിച്ചിട്ടില്ലല്ലോ. ഒരു ചേച്ചിയുള്ള കാര്യം എന്നോട് പറഞ്ഞിരുന്നു. ഇനിയും എന്നെ പരിചയപ്പെടുത്താത്ത ഒരാൾ കൂടിയില്ലേ വീട്ടിൽ? കാത്തിരിക്കുന്ന ഒരാള്? കാത്തിരിക്കുന്ന ഒരാളോ? ഒരു സുന്ദരി പെൺകുട്ടി. ഞാൻ പേര് ചോദിച്ചു, പറഞ്ഞില്ല. എന്നെ ഒന്ന് ഒരുപാട് ശകാരിച്ചു. അനിയൻകുട്ടനെ കള്ളുപിടിപ്പിച്ചു എന്നും പറഞ്ഞ് മിടിക്കുക. അയ്യോ, അത് നാണിയാ. അവർക്ക് വട്ട. എനിക്ക് ബോംബെയിലൊരു അമ്മാവനുണ്ട്. ആ അമ്മാവന്റെ മോളാ. അല്ല, സാറിനോട് എന്ത് പറഞ്ഞു? ഏയ്, അങ്ങനെയൊന്നും പറഞ്ഞില്ല. അനിയൻകുട്ടി എന്താ നേരത്തെ ഇതൊന്നും എന്നോട് പറയാതിരുന്നത്? അതിന് നമ്മൾ അങ്ങനൊന്നും പരിചയപ്പെട്ടിട്ടില്ലല്ലോ. ശരിയാ, നമ്മൾ അങ്ങനെയൊന്നും പരിചയപ്പെട്ടിട്ടില്ല. സാറിന് ആരൊക്കെയുണ്ട് വീട്ടിൽ? വളരെ നേരത്തെ ചോദിക്കേണ്ട ചോദ്യമായിരുന്നു. എനിക്കാരുമില്ല അനിയൻകുട്ടൻ. ഓർമ്മയിലെ അമ്മ ഒരു പനംകട്ടിലിന്റെ ഭാഗമായിരുന്നു. അനങ്ങാൻ പോലും വയ്യാത്ത മെല്ലിച്ച ഒരു രോഗി. അച്ഛൻ ഒരുപാട് അന്വേഷിച്ചു നോക്കി, കണ്ടുകിട്ടിയിട്ടില്ല. ഒരനിയത്തി ഉണ്ടായിരുന്നു, കുഞ്ഞുലക്ഷ്മി. മരിച്ചുപോയി. അനിയൻകുട്ടൻ ഭാഗ്യവാന്. അനിയൻകുട്ടനെ പറ്റി ആലോചിക്കാൻ രണ്ടുപേരെങ്കിലും ഉണ്ടല്ലോ. ഒരുപാട് കാശുണ്ടാക്കി അതിന്റെ മുകളിൽ ഒറ്റയ്ക്ക് ചടഞ്ഞുകൂടിയിരിക്കുകയാണ് ഞാൻ. അല്ല, നമുക്കൊന്ന് നടന്നാലോ? ഓ, നമുക്ക് അമ്പലത്തിൽ പോയി തൊഴാം. എന്താ? സാറ് വേണം, ഞാൻ പുറത്ത് കാത്തിരിക്കാം. എന്താ, വിശ്വാസമില്ലേ? എന്ന് ചോദിച്ചാൽ വിശ്വാസം ഉണ്ടായിട്ടിരിക്കും. എന്താ അനിയൻകുട്ടൻ അങ്ങനെ പറഞ്ഞത്? ദൈവം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കണമെങ്കിൽ എനിക്ക് എന്റെ അച്ഛനും അമ്മയും ഇങ്ങനെ നഷ്ടപ്പെടാൻ പാടില്ലായിരുന്നു. എനിക്ക് ചോറ് തന്നത് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചാണ്. ചോറോട് കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ആദ്യം ആക്സിഡന്റ്. അതിൽ എന്റെ അച്ഛനും അമ്മയും മരിക്കുകയാണ്. ഞാനും ചേച്ചിയും ബാക്കിയായി. പിന്നെ ദൈവം ഉണ്ടെന്ന് എന്നോട് പറഞ്ഞാൽ സാറ് പോയി തൊഴിട്ട് വേണം.
ചോറ് വിളമ്പി വെച്ചിട്ടുണ്ട്. ഇവിടെ വിളമ്പി വെച്ചിട്ടുണ്ട്. എന്നാലുണ്ടോ? എനിക്കല്ല, അനിയൻ ചേട്ടനെ വിളമ്പി. വലിയ കൊച്ചമണി വേണ്ട കേട്ടോ. നീ ആരാണ് എനിക്ക് വേണ്ടി നേരത്താണ് വക്കാലത്ത് പറയാൻ? ഇളകല്ലധികം. ആ അതൊക്കെ അങ്ങ് ബോംബെ വെച്ചോണ്ടാ മതി. ഇവിടെ ഒന്നും ഇറക്കണ്ട. പുളിശ്ശേരി ഉണ്ട്. അറിയാം, ഞാൻ ഇവിടെ തന്നെ ചുണ്ടു കൊണ്ടുവന്ന ആളാ, അല്ല പുറത്തുനിന്ന് വന്നല്ല. എന്താ എന്താ അവിടെ ബഹളം? ചേച്ചി ചേച്ചിയില്ല പറഞ്ഞ വിളമ്പി കൊടുക്കാൻ. വേറെ വിളമ്പി കഴിക്കുന്നു. ഡാ, എന്താ നിനക്ക് കഴിച്ചാല്? എന്താ പിള്ളേരെ കളിക്കാണോ? ഇവിടെ വിളമ്പി വെച്ചിരിക്കുന്ന കഴിക്കാനും കഴിച്ചാ മതി. എനിക്ക് എടാ എണീക്കാൻ. മാറല്ലേ ഇവിടെ കയറി. മോളിതെല്ലാം അങ്ങ് അടച്ചു വെച്ചു വാ. അവന്റെ ഓരോ ഗോഷ്ടി. ചേച്ചി ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചു കാണത്തില്ല. അങ്ങനൊന്നും അവന്റെ ഇഷ്ടം നോക്കേണ്ട കാര്യമില്ല. വിശപ്പവന് താങ്ങാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഇത്തിരി താന്നു കൊടുത്താൽ അവൻ തലയിൽ കയറിയിരിക്കും. അത് അദ്ദേഹത്തിന്റെ സ്വഭാവം. നീ വന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക്. എന്താടി എന്താ ചിരിക്കുന്നേ? എന്തിനാ കിടിക്കുന്നെന്ന്? അതിപ്പോ രണ്ടുപേരും ചേർന്ന് കഥ അടച്ചല്ലോ. എന്നാ ഈ വീട്ടിൽ ഉണ്ടാ പ്രാണിയുണ്ട്. പക്ഷെ വ്യത്യാസം ഉണ്ടല്ലോ. അത് നാടൻ പട്ടിയല്ലേ, ബോംബെന്ന് കൊണ്ടുവന്ന അൽറ്റേഷൻ പട്ടിയൊന്നുമല്ലല്ലോ. അടി അത് വരുന്ന പോലെ അടി എല്ലാത്തിനും ഞാൻ നിർത്തം തന്നെ വേണോടി ഇവിടെ പോയി. അനിഞ്ചേട്ടാ അനിഞ്ചേട്ടാ അനിഞ്ചേട്ടാ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. പട്ടിക്ക് കൊടുക്കണ്ട അനിഞ്ചേട്ടാ. അനിഞ്ചേട്ടൻ കഴിച്ചോ. എന്താടി ഞാൻ പറ്റി വന്നാടി? അങ്ങനെയല്ല, ഇത് അനിഞ്ചേട്ടൻ വിളമ്പയല്ലേ, ഞാൻ ആരോടും പറയത്തില്ല. അത് വലിയ ശല്യമായല്ലോ. പട്ടിക്ക് ഇത്തിരി ചോറ് കൊടുക്കാന്ന് വെച്ചാൽ നിനക്ക് ഇപ്പൊ എന്താണ്ടേ? അനിഞ്ചേട്ടത് കഴിച്ചില്ലെങ്കിൽ ഞാൻ ഉറങ്ങത്തില്ല. ഞാനിത് കഴിച്ചില്ലെങ്കിൽ നീ ഉറങ്ങില്ല? സത്യം സത്യം. എന്നാ പിന്നെ ഞാനതങ്ങ് കഴിച്ചേക്കാം. പക്ഷെ നീ ചേച്ചിയോട് പറയരുത്. അതാ ഞാനും ചേച്ചിയും തമ്മിലുള്ള ഒരു സെറ്റപ്പ്. ഞാൻ ആരോടും പറയത്തില്ല. ദൈവത്തിനാ. അനിയൻചേട്ടന്റെ ദൈവമല്ല, എന്റെ ദൈവം. ഇതിപ്പോ തികഞ്ഞോടി. അതിന് ചപ്പാത്തി ഉണ്ടാക്കി തരാന്ന്. നീ ഇപ്പൊ എത്ര നിമിഷം ഉണ്ടാകുന്നേ? അത് സാരമില്ല.